കുളച്ചൽ ക്ഷേത്രത്തിൽ നിന്ന് 7 ആനകളുമായി അവിടെ നിന്ന് അല്പസമയത്തിന് പുറപ്പെടാൻ പോകുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് അതിന്റെ വിവരങ്ങൾ. നിഖിൽ, എല്ലാ കാര്യങ്ങളും ചട്ടപ്പടി നടക്കുകയല്ലേ? അതെ ഹാഷ്മി, സ്മിത ഇപ്പോൾ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് മേളം മാറുന്നു. മേളം മാറി കൂടുതൽ ആനകളുടെ അകമ്പടിയിൽ അല്പസമയത്തിനകം തന്നെ വടക്കുംനാഥനിലേക്ക് തിരിക്കും. ഇവിടെ എത്തിയ ശേഷം ഇവിടുത്തെ ദേവതയെ കൂടി ഒപ്പം ചേർത്ത ശേഷമാണ് വടക്കുംനാഥനിലേക്ക് തിരിക്കുന്നത്. അല്പസമയം മുൻപാണ്, ഏതാണ്ട് 5 മിനിറ്റ് മുൻപാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ എത്തുമ്പോൾ ഒരു ഗജവീരൻ മാത്രം, ശങ്കരൻകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശങ്കരൻകുട്ടിയുടെ മേൽ തിടമ്പേറിയാണ് കണിമംഗലം ശാസ്താവ് കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നെങ്കിൽ അതിപ്പോൾ 5 ആകുന്നു. അല്പം കൂടി കഴിയുമ്പോൾ അത് 7 ആകുന്നു. നേരെ വടക്കുംനാഥനിലേക്ക് എത്തുമ്പോൾ അത് 9 ആയി മാറുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇത്തവണ 2 ആനകൾ കൂടി അധികം എത്തിയേക്കും. അങ്ങനെ 11 ആയേക്കും എന്ന് കൂടി കേൾക്കുന്നുണ്ട്. അങ്ങനെ 11 ആനകളുടെ അകമ്പടിയിലായിരിക്കും ഒരുപക്ഷെ വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുക എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ 1 ആന കൂടി എത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ 6 ആനകളായിരിക്കുന്നു. നേരത്തെ 5 ആയിരുന്നു, ഇപ്പോഴത് 6 ആയി. എന്തായാലും ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ, ഇവിടെ നിന്ന് തിരിക്കുമ്പോൾ അത് ഇപ്പോൾ 7 ആനയുമായിരിക്കുന്നു. 7 ആനകളും ഇതങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. ആദ്യം ഇന്ന് ഈ പൂരം നാളിൽ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. കണിമംഗലം ശാസ്താവ് അങ്ങനെ എത്തുമ്പോൾ 7 ആനകളുടെ അകമ്പടിയിലാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ഇനി കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുമ്പോൾ 7 ആനകളുടെ അകമ്പടി, അത് വടക്കുംനാഥനിലേക്ക് എത്തുമ്പോൾ അത് 9 ആയി മാറുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ ആനകളും ഈ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട 7 ആനകളും ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ്. അതായത് 7 ആനകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. അവരൊക്കെ അവരുടെ മേൽ നല്ല മനോഹരമായിട്ടുള്ള നെറ്റിപ്പട്ടം, വെഞ്ചാമരം, അതിനും മുകളിൽ ഈ വർണ്ണക്കുടകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ ആനകൾ നിരന്നു നിൽക്കുമ്പോൾ അത് ഏതൊരു മലയാളിയെയും ഒരുപാടധികം കൊതിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കും. പിന്നീട് ഒരുമിച്ച് ഈ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവതയെ കൂടി കൂടെ ചേർത്ത്, ഒപ്പം ചേർത്ത ശേഷമാണ് വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുക. വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുന്നതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇന്നലെ പടിഞ്ഞാറ് നട വഴിയാണ് നെയ്തിലക്കാവിൽ അമ്മയൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തെക്കേ നട വഴിയാണ്, തെക്കേ ഗോപുരം കടന്നാണ് ഈ കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. തുടർന്ന് വടക്കുംനാഥനെ വലം വെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത് പടിഞ്ഞാറ് നട വഴിയാണ്. പിന്നീട് ഇങ്ങോട്ട് ഘടകക്ഷേത്രങ്ങളുടെ ഒരു വരവാണ്. ഇന്ന് പൂർണ്ണമായും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ ഘടകക്ഷേത്രങ്ങളുടെ വരവിന് തന്നെയാണ്. ആ ഘടകക്ഷേത്രങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഈ ആനയുടെ അകമ്പടിയും ഉണ്ടാകും. ഇത്തവണ ഒരു വലിയ ആശങ്ക നിലനിന്നിരുന്നത് ഒരുപക്ഷെ ഈ ആനകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്, നാട്ടാനകളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകക്ഷേത്രങ്ങൾക്കൊക്കെ പൂരങ്ങൾക്ക് ആനകളെ വിട്ടു നൽകാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിന്നിരുന്നെങ്കിലും ആ ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നലെ ഫിറ്റ്നസ് പരിശോധനയിൽ 99% ആനകൾക്കും ഫിറ്റ്നസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. 1-2 ആനകൾക്ക് മാത്രമാണ് ഫിറ്റ്നസ് ലഭിക്കാതെ വന്നത്. ഈ സാഹചര്യത്തിൽ പരമാവധി ആനകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നേരത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ആനകളെയും പൂരത്തിന് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഘടകക്ഷേത്രങ്ങളിലെല്ലാം തന്നെ മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ ഭംഗിയായി അണിനിരക്കാൻ ആവശ്യത്തിന് ആനകൾ ഉണ്ടാകും. അങ്ങനെ ആ ആനകളുടെ ഒക്കെ അകമ്പടിയിൽ ഇങ്ങനെ ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ ഇപ്പോൾ വടക്കുംനാഥനിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആനകളുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊക്കെ അണിനിരക്കുന്നു. അങ്ങനെ എന്താ പറയാ, നേരത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതായത് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് 7 ആനകളുടെ അകമ്പടിയിൽ ഇനിയിപ്പോൾ വടക്കുംനാഥനിലേക്ക് തിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു കണിമംഗലം ശാസ്താവ്. അവിടെ നിന്ന് ഇനി അധികം വൈകില്ല. അവിടെ നിന്ന് ഇനി 7 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനാഥനിലേക്ക് എത്താൻ പോകുന്നു. വടക്കുംനാഥനിൽ സാധാരണഗതിയിൽ നമ്മൾ ഇന്നലെ കണ്ടത് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പൂരവിളംബരം നടത്തുന്നതാണെങ്കിൽ ഇത് കണിമംഗലം ശാസ്താവ് അതുവഴിയാണ് കയറുക. അതുവഴി കയറി പടിഞ്ഞാറ് നട കൂടെ, നമ്മൾ നിൽക്കുന്ന പടിഞ്ഞാറ് നട കൂടെ ഇറങ്ങും. എന്ന് പറഞ്ഞാൽ കണിമംഗലം ശാസ്താവ് ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. അപ്പൊ എന്തുകൊണ്ട് അവിടെ വന്നിട്ട് പണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഇന്നലെ ജയരാജ് പറയുന്ന പോലെ ഇവിടെ ഉണ്ട് കേട്ടോ, അപ്പൊ ഗുരു ഇറങ്ങുന്നു ആദ്യം. അതുകൊണ്ട് തന്നെ ഗുരുവായതുകൊണ്ട് തന്നെ ആദ്യം കണിമംഗലം ശാസ്താവാണ്. അത് കഴിഞ്ഞാൽ ചെമ്പുക്കാവ് ഭഗവതിയുടെ ഒരു വരവുണ്ട്. ഇത്തവണ അറിയാലോ, രാമൻ ഓൾറെഡി ഇറങ്ങി, രാമൻ ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. രാമന് ചുറ്റും 100 ആളുകൾ തുടരുന്നുണ്ട്. ആ 100, 200, 500, 1000 അത് വടക്കുംനാഥനിലേക്ക് എത്തുമ്പോൾ രാമൻ ഒരു പൂരം കൊണ്ടാണ് വരിക ഇങ്ങോട്ടേക്ക്.